പൊന്നൂട്ടായിരുന്നു ശ്വേതേച്ചിയും കൂടിയിട്ട് നമ്മൾ ഏറുമാടത്തിലിരിക്കാൻ വന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ അരുണാടിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം എൻ്റെ വായിന്ന് വന്നത്. പിടിച്ച ഇവിടെ രണ്ടാളും വിട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ ടൗണിലേക്ക് പോയി. സമയം ഏകദേശം 11:50 അങ്ങനെ ലൈറ്റുണ്ടായിന്. അങ്ങനെ നമ്മളത് ഷോപ്പിനുള്ളിൽ കയറി വേഗം ഒരു കേക്ക് ഓർഡർ ചെയ്തു. കാരണം അവർ ക്ലോസ് ചെയ്യാൻ പോകുന്നതുണ്ടായിന്. അങ്ങനെ ആടില്ല ഒരു കേക്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചു. അങ്ങനെയാണ് നമ്മൾ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് കുറേ ബർത്ത്ഡേ ക്യാപ്പ് എല്ലാവരും കണ്ടിരുന്നത്. അപ്പോൾ മുന്നോട്ടായിട്ട് ഇത് വേണമെന്നാലും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല. നമ്മളൊരു പോപ്പർ വാങ്ങി കേക്കും വാങ്ങി നമ്മൾ നേരെ വിടേന്ന് ഇനി ഏടുന്ന് മുറിക്കുന്നില്ല കാര്യമാണ്. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് കണ്ടോത്തേക്കാണ്. അങ്ങനെ കണ്ടോത്തെത്തി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കേക്ക് മുറിക്കാൻ നിൽക്കുന്നത്. ഇത് ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡും അമ്പലത്തിൻ്റെ ഒരു സൈഡായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മളിതാക്കി ഞാനും ശ്വേതേച്ചിയും കൂടിയിട്ട് വേഗം കേക്കെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. വണ്ടീൻ്റെ മോളിൽ തന്നെയാണ് കേക്ക് കട്ട് ചെയ്യാൻ റെഡിയാക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പോയി. അപ്പോൾ ശ്വേതേച്ചി വേഗം കേക്കിൽ റെഡിയാക്കി വെച്ചു. പിന്നെ ആ സമയത്താണ് ഓരോ മൂലക്കൊന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നത്. അപ്പം ഇതെല്ലാം ഇവരെ ഫ്രണ്ട്സുകളാണ് കേട്ടോ ശരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക്. അങ്ങനെ കേക്കിൽ പോപ്പറെല്ലാം പൊട്ടിച്ച് നമ്മൾ കേക്ക് മുറിച്ചു. അരുണാട് ഫ്രണ്ട്സുകൾ ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് ഏട്ടന്മാരാണ്. അപ്പോൾ അവരിലുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ. അങ്ങനെ നമ്മൾ കേക്കിൽ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഈ ബ്ലൂ ഷർട്ട് ഇട്ടിട്ടുള്ള ഏട്ടൻ്റെ ബർത്ത്ഡേ കൂടെയാണ് ഉണ്ടായിന്. അതായത് തലേ ദിവസം ഉണ്ടായത്. അപ്പം ഏട്ടനും കൂടി കേക്ക് മുറിച്ചു. അങ്ങനെ നമ്മൾ ഒരു കേക്കിൽ തന്നെ നമ്മൾ 3 ആൾക്കാർ കേക്ക് മുറിച്ചു കേട്ടോ. 3 ആൾക്കാർ മൂന്നാമത്തെ ആളാണിത്. പൊന്നൂട്ടാൻ്റെ ബർത്ത്ഡേ മാർച്ച് 7 ഉണ്ടായിന്. അപ്പം നാട്ടിലില്ലാത്തത് കൊണ്ട് ശ്വേതേച്ചിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിന്. അപ്പോൾ ഈ ഒരു കേക്കിൽ ആ ഒരു സങ്കടം നമ്മൾ തീർത്തു. അരുണാൻ്റെ ഫേസിലുണ്ട് ആൾക്ക് എത്രത്തോളം സന്തോഷമായി എന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും എപ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും കുറച്ചും കൂടി സ്വീറ്ററായിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ആൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതൊരു നല്ല മൊമെൻ്റ് ആയിട്ട് മാറി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.